ഹലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോയിന്റ് ക്ലിപ്പിംഗ് ആണ് പറഞ്ഞത് അല്ലേ. ഇനി നമുക്ക് ലൈൻ ക്ലിപ്പിങ്ങിനെ കുറിച്ചാണ് പറയാനുള്ളത്. ലൈൻ ക്ലിപ്പിങ്ങിൽ തന്നെ കോഹൻ സുതർലാൻഡ് ലൈൻ ക്ലിപ്പിംഗ് ആണ് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം ലൈൻ ക്ലിപ്പിംഗ് എന്താണെന്നുള്ളത് നോക്കാം. ക്ലിപ്പിംഗ് എന്താ നമുക്കറിയാം, ഒരു വിൻഡോ ഏരിയയിൽ ആ വിൻഡോന്റെ ഔട്ട്സൈഡുള്ള പോർഷനെ എലിമിനേറ്റ് ചെയ്ത് കളയുന്നതിനാണ് നമ്മൾ ക്ലിപ്പിംഗ് എന്ന് പറയുന്നത്. പോയിന്റ് ക്ലിപ്പിംഗ് ആയപ്പോൾ ഒരു പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്ത പോയിന്റ് ആ വിൻഡോന്റെ ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാണ് ചെയ്തത്. അതേപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ 2 എൻഡ് പോയിന്റ്സ് ഉള്ളതാണ്. ആ 2 എൻഡ് പോയിന്റ്സ് ഉള്ള ലൈന് നമ്മുടെ വിൻഡോന്റെ അകത്താണോ പുറത്താണോ എന്നുള്ളത് ചെക്ക് ചെയ്യാണ് വേണ്ടത്. അത് ചെക്ക് ചെയ്തിട്ട് വിൻഡോന്റെ അകത്തുള്ള പോർഷന് നമ്മൾ സെലക്ട് ചെയ്യും, പുറത്തുള്ള പോർഷന് എലിമിനേറ്റ് ചെയ്ത് കളയുന്ന പ്രോസസ്സിനെയാണ് ലൈൻ ക്ലിപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ലൈൻ ക്ലിപ്പിംഗ് നോക്കുക. ഇവിടെ നമ്മൾ പല ടൈപ്സ് ഓഫ് ലൈൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട്, L1, L2, L3 ആൻഡ് L4. അതിൽ ചില ലൈൻസ് കംപ്ലീറ്റ്ലി ഇൻസൈഡ് ദ വിൻഡോന്റെ കംപ്ലീറ്റ് ആയിട്ട് ഇൻസൈഡ് ഉള്ളതും ഔട്ട്സൈഡ് ഉള്ളതും പകുതി പോർഷൻ പുറത്തുള്ളതും 2 എൻഡ് പോയിന്റ്സ് പുറത്തുള്ളതൊക്കെ ആയിട്ടുള്ള ലൈൻസ് കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ ക്ലിപ്പിംഗ് നടക്കുക എവിടെയൊക്കെ ആയിരിക്കും? L1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഇൻസൈഡ് ആണ്, സോ അത് നമുക്ക് സെലക്ട് ചെയ്യേണ്ട പോർഷൻ ആണ്, അതിന് നമുക്ക് ക്ലിപ്പ് ചെയ്ത് കളയാൻ പറ്റില്ല. L2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് ആണ്, സോ L2നെ നമുക്ക് എന്ത് ചെയ്യണം? ക്ലിപ്പ് ചെയ്ത് പോകണം. ദെൻ L3ന്റെ ഒരു എൻഡ് പോയിന്റ് ഔട്ട്സൈഡ് ആണ്, സോ ഈ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് മുതൽ പുറത്തേക്കുള്ള പോർഷനെ നമുക്ക് ക്ലിപ്പ് ചെയ്ത് കളയണം. അതേപോലെ L4ന്റെ കുറച്ച് പോർഷൻ ഇൻസൈഡ് ആണ്, അപ്പോൾ ഇൻസൈഡ് ഉള്ള പോർഷൻസ് മാത്രം സെലക്ട് ചെയ്ത് ഔട്ട്സൈഡ് ഉള്ള 2 എൻഡ് പോയിന്റ്സും ഈ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് മുതൽ ഈ വിൻഡോന്റെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് മുതൽ നമുക്ക് ഔട്ട്സൈഡിലേക്ക് അതിനെ എലിമിനേറ്റ് ചെയ്ത് കളയണം. ഓക്കെ, അപ്പോൾ ഇതാണ് ലൈൻ ക്ലിപ്പിംഗ് എന്ന് പറയുന്ന പോർഷനിൽ നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത്. ഓക്കെ, ഈ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് if the line is L1 is accept the line, L1 completely inside ആയതുകൊണ്ട് അതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം, L2 റിജക്റ്റ് ചെയ്യണം, പിന്നെ ബാക്കി 2 ലൈൻസിൻ്റെയും ക്രോസ് വിൻഡോ ബൗണ്ടറി ക്ലിപ്പ് ദ ലൈൻ, അതിൻ്റെ വിൻഡോൻ്റെ ബൗണ്ടറി പോർഷൻ ക്രോസ് ചെയ്യുന്നതിന് ക്ലിപ്പ് ചെയ്ത് കളയണം. ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ള പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു അൽഗോരിതമാണ് കോഹൻ സുതർലാൻഡ് ലൈൻ ഡ്രോയിങ് അൽഗോരിതം എന്ന് പറയുന്നത്. ഇതിൽ ഈ ഒരു വിൻഡോ പോർഷന് നമ്മൾ ഈ TBRL എന്ന് പറയുന്ന ഒരു പാറ്റേണിലാണ് നമ്മളിതിനെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, TBRL. ഓക്കെ, എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൈൻ ക്ലിപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അൽഗോരിതമാണ് കോഹൻ സുതർലാൻഡ് ലൈൻ ക്ലിപ്പിംഗ് അൽഗോരിതം. അപ്പോൾ ഈ കോഹൻ സുതർലാൻഡ് ലൈൻ ക്ലിപ്പിംഗ് അൽഗോരിതം 2 സയൻറ്റിസ്റ്റുകളാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. കോഹൻ ആൻഡ് സുതർലാൻഡ് എന്ന് പറയുന്ന 2 സയൻറ്റിസ്റ്റുകൾ തമ്മിൽ കമ്പൈൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്ത ഒരു ക്ലിപ്പിംഗ് അൽഗോരിതമാണ് കോഹൻ സുതർലാൻഡ് ലൈൻ കോഡിംഗ് അൽഗോരിതം. ഓക്കെ, ഈ ലൈൻ ഡ്രോയിങ് അൽഗോരിതം, ലൈൻ ക്ലിപ്പിംഗ് അൽഗോരിതം. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു റീജിയൻ കോഡ് ഉണ്ട്. ആ റീജിയൻ കോഡിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ അൽഗോരിതം വർക്കൗട്ട് ചെയ്യുന്നത്. യൂസിങ് എ കോഡ് സ്കീം വെർ ഈച്ച് എൻഡ് പോയിന്റ് ഈസ് അസൈൻഡ് എ റീജിയൻ കോഡ്. ഓരോ എൻഡ് പോയിന്റിനും ഒരു റീജിയൻ കോഡ് നമ്മൾ അസൈൻ ചെയ്യും. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കോഹൻ സുതർലാൻഡ് ലൈൻ ക്ലിപ്പിംഗ് അൽഗോരിതം വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ വിൽ സ്പെസിഫൈ ദ എൻഡ് പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു ഈച്ച് വിൻഡോ ബൗണ്ടറി. ഓരോ വിൻഡോ ബൗണ്ടറിനും ബേസ് ചെയ്തിട്ടാണ് ഇത് വർക്കൗട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഏരിയനെ ഒരു 9 റീജിയൺ ആക്കി ഡിവൈഡ് ചെയ്തു. 9 റീജിയൺ എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ വിൻഡോ ഏരിയ, പിന്നെ ഇതേപോലെ 1, 2, 3, 4, 5, 6, 7, 8, 9 ഇങ്ങനെ 9 റീജിയൺ ആക്കിയിട്ട് നമ്മൾ നമ്മുടെ വിൻഡോനെ മാറ്റി. ഇതിലെ ഈ ഓറഞ്ച് ഷെയ്ഡിൽ കാണുന്നതാണ് നമ്മുടെ വിൻഡോ ഏരിയ. ഇവിടെ ഉള്ളതിൽ, ഇതിൻ്റെ ഇൻസൈഡിലുള്ളതിലെല്ലാം നമ്മൾ സെലക്ട് ചെയ്യും. ഇതിൻ്റെ ബാക്കി പോർഷനിൽ വരുന്നതിനെ നമ്മൾ എന്ത് ചെയ്യും? എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, ദെൻ റീജിയൻ കോഡ് 0 ആണെന്നുണ്ടെങ്കിൽ, 0 ആണ് നമ്മൾ പോയിന്റ് എന്നുണ്ടെങ്കിൽ അത് ഇൻസൈഡ് ദ ബൗണ്ടറി ആണ്. റീജിയൻ കോഡ് 1 ആണെങ്കിൽ ഔട്ട്സൈഡ് ദ ബൗണ്ടറി ആണ്. ഓക്കെ, ദെൻ ഈ റീജിയൻ കോഡിനെ നമ്മളൊരു പാറ്റേൺ 4 ബിറ്റ് പാറ്റേൺ ആയിട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. 4 ബിറ്റ് പാറ്റേൺ ആണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ 4 ബിറ്റ് പാറ്റേണിൽ
ഇപ്പോൾ 4 ബിറ്റ് പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ബിറ്റ് 4 ബിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. 4 ബിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ 0 വാല്യൂ അല്ലെങ്കിൽ 1 ആയിരിക്കും അല്ലേ. 4 ബിറ്റ് പാറ്റേൺ ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ 4 ബിറ്റ് പാറ്റേണിൽ 4 ബിറ്റാണ് ഉണ്ടാവുക. ഈ 4 ബിറ്റിന് ടോപ്പ്, ബോട്ടം, റൈറ്റ്, ലെഫ്റ്റ് TBRL കോഡായിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതായത് ഈ വിൻഡോ റീജിയൻ്റെ ടോപ്പാണോ, ബോട്ടം ആണോ, റൈറ്റ് ആണോ, ലെഫ്റ്റ് ആണോ, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ 4 ബിറ്റ് പാറ്റേൺ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇതിൽ ഈ റീജിയൺ കോഡ് 4 ബിറ്റും 0 ആണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഇൻസൈഡ് ദ വിൻഡോ ആയിരിക്കും. കംപ്ലീറ്റ്ലി ഇൻസൈഡ് ദ വിൻഡോ ആയിരിക്കും. അതായത് ടോപ്പ്, ലെഫ്റ്റ്, ടോപ്പ്, ബോട്ടം, റൈറ്റ്, ലെഫ്റ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഇൻസൈഡ് ആണെങ്കിൽ ദാറ്റ് ഈസ് ഈ വിൻഡോ ഏരിയക്ക് കംപ്ലീറ്റ് ആയിട്ട് 0 ആണ് കോഡ് വരിക. 4 ബിറ്റും 0 ആയിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ ഈ വിൻഡോൻ്റെ മുകളിലാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന റീജിയൻ എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ലൈൻ കോഡ് അതിൻ്റെ എൻഡ് പോയിന്റ് ഇതിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ടോപ്പ് എന്നുള്ളത് 1 ആയിരിക്കും അല്ലേ. ബാക്കി ബോട്ടം ആണോ? അല്ല, ബോട്ടം 0 ആണ്. ഇതിൻ്റെ റൈറ്റ് ആണോ? അല്ല, അത് 0 ആണ്. ലെഫ്റ്റ് ആണോ? അല്ല, അതും 0 ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള 4 ബിറ്റ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും വരുന്നത്. ഇനി അതിൻ്റെ താഴെയുള്ളതോ ടോപ്പ് 0 അല്ലേ. ടോപ്പ് ബിറ്റ് 0 ആണ് വരിക. ദെൻ ബോട്ടം ബിറ്റ് 1 ആണ്. റൈറ്റ് ബിറ്റും 0 ആണ്. അതേപോലെ ലെഫ്റ്റ് ബിറ്റും 0 ആണ്. ഇനി ഈ ഒരു സൈഡിലേക്ക് നോക്കുക, ഈ വിൻഡോൻ്റെ റൈറ്റ് സൈഡ് അല്ലേ. സോ ടോപ്പ് 0, ബാക്കി രണ്ടും നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വീണ്ടും എഴുതാൻ വന്നിട്ടുണ്ടെങ്കിൽ സമയം ഒരുപാട് പോവും. സോ ഇവിടെ എന്തായിരുന്നു, ഈ ഇവിടുത്തെ കോഡ് ആലോചിക്കുക. 1, ബാക്കി 4ഉം 0, 0 ആൻഡ് 0 അല്ലേ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ 0, 1, 0, 0, 0. ഇവിടെയാണെന്നുണ്ടെങ്കിൽ 0, 0, റൈറ്റ് 1, ദെൻ ലെഫ്റ്റ് 0. ഇവിടെ ആണെങ്കിൽ 0, 0, 0, 1 അല്ലേ. ഇനി ഇതാണെന്നുണ്ടെങ്കിലോ ഇവിടെ ടോപ്പാണ്. സോ 1, ദെൻ ബോട്ടം അല്ല, റൈറ്റ് ആണ്, ലെഫ്റ്റ് അല്ല അല്ലേ. ഇനി ഇവിടെ നോക്കുക, ടോപ്പാണ്, ബോട്ടം അല്ല, റൈറ്റ് അല്ല, ദെൻ ലെഫ്റ്റ് ആണ്. ഇവിടെ നോക്കുക, ടോപ്പ് അല്ല, ദെൻ ബോട്ടം ആണ്, ദെൻ റൈറ്റ് അല്ല, ലെഫ്റ്റ് ആണ്. ഇനി ഇതാണെന്നുണ്ടെങ്കിൽ ടോപ്പ് അല്ല, ബോട്ടം ആണ്, റൈറ്റ് ആണ്, ലെഫ്റ്റ് അല്ല അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഈ 9 റീജിയൻ കോഡ്. ഇവിടെ 0, ഇത് കംപ്ലീറ്റ്ലി 0, 0, 0, 0 എന്നുള്ള പോർഷനിലായിരിക്കും ഇതിനകത്ത് വരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് റീജിയൻ കോഡ്, 4 ബിറ്റ് റീജിയൻ കോഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 0, 0, 0, 0, 0, 1, 0, 0, 1, 0, 1, 0, 1, 0, 0 അങ്ങനെ കംപ്ലീറ്റ് റീജിയൻ കോഡും സെറ്റ് ആവും. ഓക്കെ, ഇനി ഇത് വെച്ചിട്ടാണ് അത് കംപ്ലീറ്റ് ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ റീജിയൻ കോഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്താ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് 3 കേസസ് ആണുള്ളത്. ഓക്കെ, 3 കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റീജിയൻ കോഡിൽ എൻകോഡ് ദി എൻഡ് പോയിന്റ് ഓഫ് ദ ലൈൻ, ആ ഓരോ എൻഡ് പോയിന്റ് എൻകോഡ് ചെയ്യുക. അതായത് എൻഡ് പോയിന്റ്സുകൾ നമ്മൾ എൻകോഡ് ചെയ്യുക. ദെൻ ഇഫ് ദ 2 എൻഡ് പോയിന്റ്സ് ഹാവ് ദ കോഡ് 0, 0, 0, അതിൻ്റെ 2 എൻഡ് പോയിന്റ്സും അതിൻ്റെ കോഡ്, അതായത് ആ 4 ബിറ്റ് കോഡ് 0, 0 ആണെന്നുണ്ടെങ്കിൽ ആൻഡ് ആ 2 എൻഡ് പോയിന്റ്സിൻ്റെയും കോഡ് തമ്മിൽ ആൻഡ് ചെയ്യുക. ആൻഡ് എന്ന് പറയുന്ന ഓപ്പറേഷൻ, അതായത് ആൻഡ് ഓർ നോട്ട് എന്ന് പറയുന്ന ഓപ്പറേഷൻസ് നമുക്കറിയാം അല്ലേ. ആൻഡിൻ്റെ കോഡ് എന്താണ്? 0, 0 ആണെങ്കിൽ 0, 0, 1 ആണെങ്കിലും 0, 1, 0 ആണെങ്കിലും 0, 1, 1 വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ആൻഡിൻ്റെ റിസൾട്ട് 1 ആവുള്ളൂ. അപ്പോൾ ഈ 0, 0 എന്ന് പറയുന്ന കോഡ് വെച്ചിട്ട് 2 എൻഡ് പോയിന്റ്സിൻ്റെയും കോഡ് വെച്ചിട്ട് ആൻഡ് ചെയ്യുക. ആൻഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടും 0 ആണെന്നുണ്ടെങ്കിൽ ആ ലൈന് കംപ്ലീറ്റ്ലി നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. അത് കംപ്ലീറ്റ്ലി ഇൻസൈഡ് ആയിരിക്കും എന്നാണ് അവിടെ നമുക്ക് അസ്യൂം ചെയ്യാനുള്ളത്. അതേപോലെ രണ്ടാമത്തെ കേസ് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
two endpoints are non-zero. രണ്ട് endpoints non-zero ആണ്. And their and അത് തമ്മിലുള്ള ആൻഡ് ചെയ്യുന്ന ഓപ്പറേഷൻസ് നോൺ സീറോ ആണെന്നുണ്ടെങ്കിൽ, അതായത് ആൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 1 കിട്ടിക്കഴിഞ്ഞാൽ നോൺ സീറോ ആൻഡ് ചെയ്യുന്ന സമയത്ത് നോൺ സീറോ എലമെന്റ് ആണ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, സീറോ അല്ലാത്തൊരു എലമെന്റ് ആണ്, അതായത് 1 ആണ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് ആണ് എന്നുള്ളതാണ് നമുക്ക് അതിന്റെ മീനിങ്. സോ റിജക്റ്റഡ് ലൈൻ. ഇനി രണ്ട് എൻഡ് പോയിന്റ്സും നോൺ സീറോ ആൻഡ് ദ റിസൾട്ട് ആൾസോ സീറോ ആണ് കിട്ടിയെന്ന്, അത് ആൻഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് സീറോ ആണ് കിട്ടിയെന്നുണ്ടെങ്കിൽ അതിലെ ചില പോർഷൻസ് ഇൻസൈഡും ചില പോർഷൻസ് ഔട്ട്സൈഡ് ആണ് എന്നുള്ളതാണ് നമുക്ക് അന്ന് മനസ്സിലാവാനുള്ളത്. അപ്പോൾ നമുക്ക് ക്ലിപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ആവശ്യമായിട്ട് വരും. അപ്പോൾ ക്ലിപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ക്ലിപ്പിംഗ് നീഡ്സ് ദ ഇന്റർസെക്ഷൻ പോയിന്റ്. ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണെന്നുള്ളത് ഫൈൻഡ് ചെയ്യണം. ഇഫ് ദ പോയിന്റ് ഈസ് ഔട്ട്സൈഡ് എനി വിൻഡോ ബൗണ്ടറി, ഫൈൻഡ് ദ ഇന്റർസെക്ഷൻ പോയിന്റ് ഓൺ ദി വിൻഡോ ബൗണ്ടറി. ആ വിൻഡോയിൽ നമ്മൾ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എവിടെയാണെന്നുള്ളത് ഫൈൻഡ് ചെയ്യണം. അവിടുന്ന് ഔട്ട്സൈഡിലുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്ലിപ്പ് ചെയ്ത് കളയണം. അതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ള ടാസ്ക്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ നേരത്തെ വരച്ച L1, L2, L3 ആൻഡ് L4 എടുക്കുക. അപ്പോൾ ഇതിൽ L1 എന്ന് പറയുന്ന റീജിയൻ എടുക്കുക, L1 എന്ന് പറയുന്ന ലൈൻ എടുക്കുക. അതിൻ്റെ റീജിയൻ കോഡ് എന്താണ്? L1 കംപ്ലീറ്റ്ലി ഇൻസൈഡ് ദ വിൻഡോ ആണ്, അതുകൊണ്ട് തന്നെ അത് 0, 0, 0 അല്ലേ. അതിൻ്റെ രണ്ട് എൻഡ് പോയിന്റ്സ്, ഈ എൻഡ് പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാലും 0, 0യിലാണ്, ഈ എൻഡ് പോയിന്റ്സ് എടുത്താലും 0, 0യിലാണ്. അപ്പോൾ രണ്ട് എൻഡ് പോയിന്റ്സിൻ്റെയും എടുക്കുക, ഇത് തമ്മിൽ ആൻഡ് ചെയ്യുക. ആൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടും കംപ്ലീറ്റ്ലി 0 ആണ്. സോ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഇൻസൈഡ്. സോ നമ്മൾ ആ പോയിന്റിനെ സെലക്ട് ചെയ്തു. ഇനി L2 എടുക്കുക. L2 0, 1, 0, 0 അതാണ് ഒരു എൻഡ് പോയിന്റ്. രണ്ടാമത്തെ എൻഡ് പോയിന്റും 0, 1, 0, 0 തന്നെയാണ്. അപ്പോൾ ഇത് തമ്മിൽ ആൻഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന റിസൾട്ട് 0, 0 ആൻഡ് ചെയ്ത 0, 0, 0 ആൻഡ് ചെയ്ത 0, 1, 1, 1, 0, 0, 0 അല്ലേ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടും നമുക്ക് ഇതേപോലെയാണ് കിട്ടുന്നത്. അപ്പോൾ ദിസ് ഈസ് ആൾസോ എ നോൺ സീറോ എലമെന്റ്, ഒരു നോൺ സീറോ എലമെന്റ് ആണ് കിട്ടുന്നത്. സോ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് ആണ് എന്നുള്ളത് നമുക്ക് ഫൈൻഡ് ചെയ്യാം. സോ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഇനി അടുത്ത പോയിന്റ് സെലക്ട് ചെയ്യാം, അടുത്ത ലൈന് സെലക്ട് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ L3 എന്ന് പറയുന്ന ലൈൻ എടുക്കുക. L3 എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു ലൈൻ ആയിരുന്നു. അതിലെ ഒരു എൻഡ് പോയിന്റ് 0, 0, 0 ആണ്, ഒരു എൻഡ് പോയിന്റ് വന്നിട്ട് 0, 0, 1, 0 ആണ്. അപ്പോൾ അത് തമ്മിൽ ആൻഡ് ചെയ്യുന്ന സമയത്ത് 0, 0, 0, 0, 1 ആൻഡ് ചെയ്യുമ്പോഴും 0, നമുക്ക് കിട്ടുന്ന റിസൾട്ട് കംപ്ലീറ്റ്ലി 0 ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു എൻഡ് പോയിന്റ് 0 ആയിരുന്നു, ഒരു എൻഡ് പോയിന്റ് നോൺ സീറോ ആയിരുന്നു, ദെൻ റിസൾട്ട് നമുക്ക് 0 ആണ് കിട്ടിയത്. അപ്പോൾ റിസൾട്ട് 0 കിട്ടുന്ന സമയത്ത് നമുക്കറിയാം പാർഷ്യലി ഇൻസൈഡ് ആണ്, അതിൻ്റെ ഒരു കുറച്ച് പോർഷൻ ഇൻസൈഡ് ആണ്. വി നീഡ് ടു ക്ലിപ്പിംഗ് ദ ലൈൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ബൗണ്ടറി ലൈൻ അല്ലെങ്കിൽ ഇന്റർസെക്ട് ചെയ്യുന്ന, ഈ വിൻഡോയിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഫൈൻഡ് ചെയ്യണം. ദെൻ ആ പോയിന്റ് നമ്മൾ ഫൈൻഡ് ചെയ്യണം. ആ പോയിന്റ് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ മുതൽ നമുക്ക് ക്ലിപ്പ് ചെയ്ത് കളയണം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് അല്ലേ. അപ്പോൾ ഈ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിന്റെ ഇവിടെ എന്തായിരിക്കും? അതിന്റെ വാല്യൂ 0, 0, ബൗണ്ടറിയിൽ 0, 0 തന്നെ ആയിരിക്കും. അപ്പോൾ അതിനെ 0, 0 വെച്ച് ആൻഡ് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന ആൻസർ 0, 0 തന്നെ ആയിരിക്കും. സോ ഈ ഒരു പോർഷൻ, ഇത്രയും പോർഷൻ നമുക്ക് കംപ്ലീറ്റ്ലി ഇൻസൈഡ് ആണ്. ഇവിടുന്ന് അങ്ങോട്ടുള്ള പോർഷന് നമുക്ക് എന്ത് ചെയ്യണം? ക്ലിപ്പിംഗ് ചെയ്ത് കളയണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ലൈൻ എടുക്കുക. L4 ലൈൻ ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ രണ്ട് എൻഡ് പോയിന്റ്സും എന്താണ്? നോൺ സീറോ എലമെന്റ്സ് ആണ്, 0, 0, 1 ആൻഡ് 0, 1, 0, 0. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ട് എൻഡ് പോയിന്റ്സും നോൺ സീറോ ആണ്. അപ്പോൾ രണ്ട് പോയിന്റ് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാനുണ്ട്. പക്ഷെ കുറച്ച് പോർഷൻ ഇനി ഇതിൻ്റെ ആൻഡ് ചെയ്ത് നോക്കുക. ആൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 0, 0, 0 ആണ് കിട്ടുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറച്ച് പോർഷൻ ഇൻസൈഡ് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, നമ്മൾ നേരത്തെ കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് ചെയ്തപ്പോൾ എന്തായിരുന്നു നമുക്ക് കിട്ടിയ റിസൾട്ട്? കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് ചെയ്ത സമയത്ത് നോക്കുക, 3 പോയിന്റും എന്തായിരുന്നു? നോൺ സീറോ ആയിരുന്നു. ഫസ്റ്റ് എൻഡ് പോയിന്റ് നോൺ സീറോ, സെക്കൻഡ് എൻഡ് പോയിന്റ് നോൺ സീറോ, കിട്ടിയ റിസൾട്ട് നോൺ സീറോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ പോർഷനും ഇൻസൈഡ് ഇല്ല, അത് കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്ത് കളയാനുള്ളതാണ്. അതുകൊണ്ടാണ് അവിടെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞത്. ഇനി ഈ ഒരു പോയിന്റിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പോയിന്റ്, രണ്ട് പോയിന്റും നോൺ സീറോ, അത് ആൻഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് 0 ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറച്ച് പോർഷൻ അവിടെ ഇൻസൈഡ് ഉണ്ട് എന്നുള്ള മീനിങ് ആണ് ഈ 0 കിട്ടിയെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സോ അതിനെന്ത് ചെയ്യണം? നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയണം, ബൗണ്ടറീസ് ഫൈൻഡ് ചെയ്യണം. സോ ആദ്യം ഒരു ബൗണ്ടറി ഫൈൻഡ് ചെയ്യുക, എന്നിട്ട് അതിനെ ആൻഡ് ചെയ്യുക. അപ്പോൾ ഒരു ബൗണ്ടറി ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ 0 ആയി മാറി, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള വരെ ഈ ലൈന്, ദെൻ ബാക്കി പോർഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഇനി ബാക്കി പോർഷനും കൂടി ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതും നമ്മൾ പോയിന്റ് ഫൈൻഡ് ചെയ്തു, ബാക്കി
ഇവിടെ നിങ്ങോട്ടുള്ള ലൈൻസ് മാത്രമായിട്ട് സെലക്ട് ചെയ്തു. ദെൻ ആ ഒരു പോയിന്റും 0 0 ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടി. ബാക്കിയുള്ള പോയിന്റ്സിനെ നമ്മൾ ഇൻസൈഡുള്ള പോർഷൻസിനെ ആക്സെപ്റ്റ് ചെയ്തു, ഔട്ട്സൈഡുള്ള പോർഷനെ എലിമിനേറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഫൈനലി കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും നമുക്ക് കിട്ടുന്നത്. L1 കംപ്ലീറ്റ്ലി ഇൻസൈഡ് ആണ്, L2 കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് ആയതുകൊണ്ട് അതിനെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. L3ന്റെ പകുതി പോർഷൻ പാർഷ്യലി ഇൻസൈഡ് ആണ്, അത് സെലക്ട് ചെയ്തു. L4 ആണെങ്കിലും പാർഷ്യലി ഇൻസൈഡ് സെലക്റ്റഡ്, ബാക്കി പോർഷൻ എലിമിനേറ്റഡ്.